ഇടതുപക്ഷ നേതാവായ സഖാവ് ഇ.പി. ജയരാജനെതിരായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ ആരോപണങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വി.ഡി. സതീശന്റെ ആരോപണങ്ങളെ ഇ.പി. ജയരാജൻ അക്ഷരം പ്രതി തള്ളുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണങ്ങളെ ഇ.പി. ജയരാജൻ അംഗീകരിച്ചു എന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത്. വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിലുള്ള കച്ചവട ബന്ധവുമില്ല എന്ന് പറഞ്ഞ ഇ.പി. ജയരാജൻ ഇപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ആ റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്ന തരത്തിലേക്ക് പറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. ശ്രീ ഇ.പി. ജയരാജന് കുടുംബത്തിനും ഓഹരിയുള്ള വൈദേഹം റിസോർട്ടും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നതിന്റെ ആരോപണം ശ്രീ ഇ.പി. ജയരാജൻ തന്നെ ശരിവെച്ചതിൽ ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞു. സതീശനോ സതീശന്റെ കുടുംബത്തിനോ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ വരുടെ ഷെയർ വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. ആ തരാന്ന് പറഞ്ഞ സാധനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വൈദേഹം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, കുടുംബത്തിന് ഷെയർ ഉണ്ട്. ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി അതിലാണ് നിരാമയ വൈദേഹം റിസോർട്ട് എന്നായി അത് മാറിയത്. അപ്പൊ കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ ഒരു BJP നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതുവരെ ആ ബന്ധം മാറുന്നു. അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ CPM? CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? അത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം? വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാണോ? ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. എന്നിട്ടും നിർത്തിയില്ല അദ്ദേഹം BJPയോടുള്ള സ്നേഹം. ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ 3-4 BJP സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത് എന്താണ് ഇത്രയും BJPക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ശ്രമിക്കുന്നത്, CPM നേതാക്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം വരെയുണ്ട്. എന്നിട്ട് എന്തായാലും മറുപടി പറഞ്ഞ് അവര് തമ്മിൽ കണ്ടിട്ടില്ലാന്ന്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. M.E. ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു, ഇ.പി. ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു കേസ് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്ത് ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം. അവര് തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ടോ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ? അവര് തന്നെ പബ്ലിഷ് ചെയ്താണ്. ആര് രഹസ്യമായിട്ട് ഫേക്ക് ഉണ്ടാക്കിയതല്ല. ഈ നിരാമയ വൈദേഹം റിസോർട്ട് തന്നെ മീഡിയയ്ക്ക് കൊടുത്ത പടമാണ് എന്റെ കയ്യിലുള്ളത്. അവര് തന്നെ പബ്ലിഷ് ചെയ്ത പടമാണ്. ഇപ്പോഴും ഉണ്ട്, സൈറ്റിലെല്ലാം ഉണ്ട്, ഉള്ള പടമാണ് എന്റെ കയ്യിലുള്ളത്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്ന് ഇപ്പൊ പറയുന്നത്. അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കേസെടുക്കാൻ ധൃതി കാണിക്കുന്ന CPM എത്ര പരാതി ഞാൻ കൊടുത്തു. എന്നെ ഇതിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ കൊടുത്ത 1 ഡസനോളം പരാതികളെ ഒരെണ്ണത്തിൽ പോലും അവർ കേസെടുത്തിട്ടില്ല. ഒരെണ്ണത്തിൽ പോലും. ചിലത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്. കോൺഗ്രസിനകത്ത് എത്ര വനിതകളെ അപഹേളിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ വരെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു. അതൊന്നും ഒരു കേസെടുത്തില്ല. ഒന്നും കേസെടുത്തില്ല. ഞങ്ങളെടുത്ത് ഒരു പരാതിയിലും കേസെടുത്തില്ല. ഈ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ എടുത്തോ, ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ കേസു. ഞാൻ പറഞ്ഞ ഫോട്ടോ ഈ വ്യാജ ഫോട്ടോ അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോയാണ്. അത് ഈ വ്യാജ ഫോട്ടോ കാട്ടി ഇതാണ് വി.ഡി. സതീശൻ പറഞ്ഞ ഫോട്ടോ എന്ന് പറയണ്ട. അദ്ദേഹം ഉയർത്തി കാണിച്ച ഫോട്ടോ അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ, അല്ലാത്ത ഫോട്ടോ ഈ കമ്പനി തമ്മിൽ ബന്ധം. ഇനിയിപ്പോ അത് ഇനി ഞാനത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ സമ്മതിച്ചു ഈ 2 കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഇത് ഇപ്പൊ പറയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുവാണ്. ആര്
ഇവിടെ ആരോപണത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇ പി ജയരാജൻ ആദ്യം മുതലേ ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായ ചില നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെ സ്വീകരിക്കുകയുണ്ടായി. BJP പല ലോക്സഭാ മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് വരുമെന്നും കൂടാതെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരൊക്കെ പ്രഗത്ഭരാണെന്നും സമർത്ഥന്മാരാണെന്നും വിജയസാധ്യത ഏറെയുള്ളവരാണെന്നുമുള്ള തരത്തിലേക്കുള്ള പല പരാമർശങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയപ്പോഴാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖരനും ഇ പി ജയരാജനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കാരണം, ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് BJPയുടെ നേതാക്കളെ പറ്റി ഇത്ര കാര്യമായി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചതിന്റെ പുറത്താണ് വൈദേഹം റിസോർട്ട് പിന്നീട് നിരാമയ വൈദേഹം റിസോർട്ടായി മാറിയതിന്റെ പിന്നിലെ കഥകൾ അവർ തമ്മിലുള്ള കച്ചവട ബന്ധമാണെന്ന ധാരണയിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് എത്തിയെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ തൻ്റെ കയ്യിലുണ്ട് എന്ന ആദ്യഘട്ടത്തിലൊക്കെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു കോൺഗ്രസ് നേതാവ് വ്യാജ ചിത്രങ്ങളുമായി പിടിക്കപ്പെടുന്നത്. അതിനെതിരെ ഇടതുപക്ഷം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. എന്നാൽ വി ഡി സതീശൻ പറയുന്നത് സത്യസന്ധമായ ചിത്രങ്ങളാണ് ഇപ്പോഴും തൻ്റെ പക്കലുള്ളത്, അത് എവിടെയും താൻ തുറന്നു കാട്ടും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ അത് അംഗീകരിച്ചതുകൊണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ടെന്ന് അംഗീകരിച്ചതുകൊണ്ട് ചിത്രങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന ആ ചിത്രം തൻ്റെ പക്കലുമുണ്ട്, ആവശ്യപ്പെട്ടാൽ താനത് പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് രാഷ്ട്രീയപരമായി നേർക്കുനേർ പോരടിക്കുകയാണ് ഇ പി ജയരാജനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും. എന്തായാലും ഇത് ആർക്ക് ഗുണമാകും എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.